സത്യാവസ്ഥ അറിയാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനോ പോലും പറ്റാതെ പിന്നെ ബിനോയ് പറഞ്ഞു ഇപ്പൊ ഗോൾ അടിച്ചുല്ലോ പെൺകുട്ടികളല്ലേ ഗോൾ അടിക്കുക അത് ഗോൾ ത്രോ പോവാട്ട് നോക്കിക്കോ എല്ലാം നോക്കിക്കോ ഇതൊക്കെ നമുക്ക് അതാ പറയണത് അവനാന്റെ മുറ്റത്ത് വരുമ്പോഴാണ് ഇതൊക്കെ പിന്നെ അമ്മേനെ തന്നെ 2 വർഷം എന്ന് പറയും അതും കുക്കിങ്ങിന്റെ വീഡിയോ ഇടാനൊക്കെ ശ്രമിക്കുക എന്താ വെച്ചാൽ അതിനൊക്കെ ഒരു പണിയുണ്ട് ഇതിപ്പോ മറ്റുള്ളവരെ ഇങ്ങനെ വിമർശിക്കാൻ വേണ്ടിട്ട് അതൊക്കെ ചെയ്തോ പക്ഷെ ഞാൻ പറയണതിൽ കാര്യം വേണം കണക്ക് പറഞ്ഞു അച്ഛനമ്മ കണക്ക് പറയേണ്ട സമയത്ത് പറയുന്ന വേണം ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾ ഇതിന്റെ കാരണങ്ങളും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഇപ്പൊ ചെയ്തത് എന്താ വെച്ചാൽ ഒരിക്കലും കാശ് ചെലവാക്കണ്ടായെന്ന് വെച്ചിട്ടല്ല ഈ കല്യാണം പറയുന്നത് ഞങ്ങൾ കല്യാണം കഴിച്ചത് ഒരുത്തി പറഞ്ഞു 2 പെൺകുട്ടികളുടെ ശാപാണ് ഈ തള്ളാന്ന് അങ്ങനെ ശാപാണെങ്കിൽ മൂത്തമോളി പിന്നെ അടുത്തൊന്നും നിൽക്കില്ലല്ലോ അങ്ങനെ ശാപം അവളുടെ അവസ്ഥ അവന് പോയി കഴിഞ്ഞു എന്നിട്ട് വന്നപ്പോഴും ഈ അമ്മയുടെ കൂടെ അവളുള്ളത് അല്ലേ അങ്ങനെ ഒരു ദുഷ്ട തള്ളയാണെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കില്ലല്ലോ ഈ എടുത്തുചാട്ടമൊക്കെ നിൽക്കും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ എത്രത്തോളം അങ്ങനെയല്ല വേണ്ട നമ്മളൊന്നും പറയുന്നില്ല. ഉപ്പും മുളകും ലൈറ്റ് ഈ ഒരു ചാനലിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മകൾ ഒളിച്ചോടി പോയതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇപ്പം അമ്മയും അച്ഛനും കൂടി ഇരുന്ന് കൊടുത്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വീട്ടിൽ നടക്കുന്ന തുമ്മിയതും തുപ്പിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുന്നത്? ആളുകളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ ഫീലിങ്സും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം നിങ്ങൾ ആളുകളുടെ മുമ്പിലേക്ക് അവർക്ക് എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ട് കഴിയുമ്പോൾ തീർച്ചയായും ആളുകൾ അതെടുത്ത് വെച്ച് ട്രോളും അല്ലെങ്കിൽ അതിനെതിരായിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിനെതിരായിട്ട് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയ്യോ ഞങ്ങളെ ട്രോളുന്നു, നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ പെൺമക്കൾ, നിങ്ങൾക്കും അങ്ങനത്തെ അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞ് അവരെ ശപിച്ചത് കൊണ്ടോ അവരെ വന്നിരുന്ന പ്രാഗിയത് കൊണ്ടോ ഒരു ഉപകാരവും നിങ്ങൾക്ക് കിട്ടാൻ പോകില്ല. ഇപ്പം ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഈ അമ്മ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ പലരും എടുത്തു വെച്ച് ട്രോളുന്നുണ്ട്, ഞങ്ങൾക്കെതിരായിട്ട് പല ആളുകളും സംസാരിക്കുന്നുണ്ട്, എനിക്ക് വളർത്താൻ അറിയില്ല എന്നൊക്കെയാണ് പല ആളുകളും എന്നെ പറ്റി പറയുന്നത് എന്നൊക്കെ ഈ അമ്മ വന്നിരുന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നിങ്ങളിങ്ങനെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പോൾ മറ്റുള്ളവർ അതിനെ എടുത്തു വെച്ച് ട്രോളുകയോ അവരവരുടെ അഭിപ്രായം പറയുകയോ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവർ കൊടുത്തൊരു എക്സ്പ്ലനേഷൻ പോലെ തന്നെ ഇവരുടെ മകളും അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ മറ്റൊരു മകളും ഇതുപോലെ യൂട്യൂബ് ചാനലിലൂടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ആക്ച്വലി ഇവർ 4 പേരും കൂടി വട്ടത്തിലൊരു വട്ടമേശ സമ്മേളനം നടത്തിയിട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അങ്ങ് മുന്നോട്ട് പോയാൽ പോരെ. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വീഡിയോ ആക്കി അതിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് പിന്നെ മറ്റുള്ളവർക്ക് ട്രോളാനും മറ്റുള്ളവർക്ക് നിങ്ങളെ കുറ്റം പറയാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ലേ. മാത്രമല്ല ഇനിയിപ്പോൾ ഇവർ ഈ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ആ മോണിറ്റൈസേഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഇവർ ഈ എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നത്. അത് കാണുമ്പോഴാണ് ചിരി വരുന്നത്. അതായത് ഇവർ ഇത്രയും ദുഃഖിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴും അവർക്ക് ഈ വീഡിയോയിലെ വ്യൂസിലൂടെ കാശ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് കാണുന്ന ഏതൊരാളും ചിരിച്ചു പോകും. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നാളെ നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വരും. അതായത് ഇപ്പം നിങ്ങൾ മകളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയും, നാളെ നിങ്ങൾ മകളുമായിട്ട് ഒന്നാവും. അപ്പം നാട്ടുകാരിത് ചൂണ്ടിക്കാണിക്കും അന്നിങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്, അപ്പോഴും നാട്ടുകാരെ കുറ്റം. ഇങ്ങനെ നാട്ടുകാരെ കുറ്റപ്പെടുത്തി അവരുടെ ട്രോളും വാങ്ങിയിരിക്കുന്നതിനേക്കാൾ നല്ലത് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യങ്ങളൊന്നും ഈ സോഷ്യൽ മീഡിയയിൽ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അവർക്ക് ആർക്കും ഇതിനൊന്നും ഒരു പരിഹാരം കണ്ടെത്തി തരാനും സാധിക്കില്ല. ഫാമിലി വ്ളോഗേഴ്സ് ഇങ്ങനെ തന്നെ തുടരണം. കാരണം ഇവരിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു കണ്ടന്റ് ആയിരുന്നു.